രേണുവിൻ്റെ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഭയങ്കര വിഷമം തോന്നി. ഇവരുടെ കമൻറ്റ് ബോക്സിൽ പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു അസുഖം എന്ന് പറഞ്ഞാലും എങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്, ഇതൊക്കെ വെറുതെ ആയിരിക്കും എന്നൊക്കെ പല കമൻസും കണ്ടു. എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ്. ഒരു 2 വർഷം മുമ്പ് എനിക്കിതുപോലെ സെയിം സിറ്റുവേഷൻ വന്നു. എനിക്കിതുപോലെ ഒരു മുഴ ഫീൽ ചെയ്തു. ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ച സമയത്ത് സ്കാൻ ചെയ്തു. അപ്പോൾ ഒന്ന് ബയോപ്സി എടുക്കണം, നമുക്ക് ഇതാണെന്ന് കൺഫേം അല്ല. അപ്പോൾ ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു. ബയോപ്സി എടുത്തു. കൺഫേം ആയിരുന്നു. തുടക്കമായിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ബയോപ്സി എടുത്തതിൽ ഇൻഫെക്ഷൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരുടെ ഫോൾട്ടാണ്. അങ്ങനെ ഇൻഫെക്ഷനായി ഞാൻ താഴെ കൊടുക്കാം. എനിക്ക് എൻ്റെ ബ്രസ്റ്റിന് ചുറ്റും ഓരോ ദിവസം ഓരോ ഹോൾസ് വന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പഴുപ്പും നീരും പുറത്തോട്ട് വരുന്ന സിറ്റുവേഷൻ വരെ ഞാൻ ആയിട്ടുണ്ടായിരുന്നു. ചില ഒരു പീക്ക് മൊമെൻറ്റിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, പടച്ചോനൊന്ന് മരിച്ചാൽ മതിയായിരുന്നു, ഈ വേദന സഹിക്കണ്ടല്ലോ എന്നുള്ളത്. കാരണം അത്രയും സെൻസിറ്റീവായ ഏരിയയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എന്താ പറയുക, ആ പെയിൻ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ പിന്നീട് ഇക്ര ഹോസ്പിറ്റലിലോട്ട് മാറി. ഞാൻ എറണാകുളത്ത് നിന്ന് ഇക്ര വരെ ഞാൻ 1.5 ആഴ്ച 2 ആഴ്ച കൂടുമ്പോൾ പോകുമായിരുന്നു. തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഡോക്ടറെ കണ്ട എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസമായിരുന്നു റിട്ടേൺ വന്നുകൊണ്ടിരുന്നത്. ആ സമയത്തൊന്നും എനിക്കൊരു എന്താ പറയുക, എനിക്കിങ്ങനെ അസുഖം ഉണ്ടല്ലോ, ഞാൻ തളർന്നു പോയിട്ടൊന്നുമില്ല. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ്. എന്നെ അറിയുന്നവർക്കറിയാം, ഈ ഒരു കാര്യം അറിയുന്നവർക്കറിയാം ആ സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നു നിന്നിട്ടുണ്ടായെന്നുള്ളത്. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞ് 3 മാസം ഞാൻ ആ ഒരു ഇൻഫെക്ഷൻ വെച്ച് ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു, ഇനി ഇത് മാറണം, നോക്കി നിൽക്കാൻ പറ്റില്ല. ഈ ഒരു ഇൻഫെക്ഷൻ വന്നു എന്നുള്ള കാരണം കൊണ്ട് എനിക്കത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റിയില്ല. 3 മാസം ഞാൻ ഈ ഒരു പെയിൻ സഹിച്ച് നടന്നു. പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെയും ആ ഡോക്ടർ എനിക്ക് തൃപ്തി ആവുന്നില്ല, കാരണം ഇത് പഴുപ്പ് കുറയുന്നില്ല. അങ്ങനെ വീണ്ടും ഞാൻ കോതമംഗലം ധർമ്മഗിരി ഹോസ്പിറ്റലിലോട്ട് മാറി. അവിടുത്തെ ഡോക്ടർ റോബിൻ. അങ്ങനെ അങ്ങോട്ട് മാറി. ഡോക്ടർ പറഞ്ഞു, എൻ്റെ റിസൾട്ടും എല്ലാം കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്കിനി വേറെ ഒന്നും ചെക്കപ്പ് ചെയ്യേണ്ട. ഈ റിസൾട്ട് കണ്ടതിൽ എനിക്ക് ഏറ്റവും അടുത്ത ദിവസം വന്ന് അഡ്മിറ്റായി. അതിൻ്റെ അടുത്ത ദിവസം സർജറി ചെയ്യണം, അതിനാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത ദിവസം തന്നെ പോയി അഡ്മിറ്റായി. എൻ്റെ സർജറി കഴിഞ്ഞിട്ടും ദിവസവും നമ്മൾ പോയി ഡ്രസ്സ് ചെയ്യണമായിരുന്നു. ഡിസ്ചാർജ് ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കാർ എടുത്ത് ഓടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്ത് വരുമായിരുന്നു. ആ സമയത്തൊക്കെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, ഇത് എനിക്കിങ്ങനെ പറ്റിയില്ലോ, ഇങ്ങനെ തളർന്ന് കിടക്കാം, എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ടായിരുന്നു നാട്ടിലോട്ട് വരണമെന്നുള്ളത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. കാരണം നമുക്ക് സാമ്പത്തികം ചികിത്സിക്കണമെങ്കിൽ പൈസ വേണം. അതിനെന്താണെങ്കിലും എന്താ പറയുക, ആളും കൂടെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടുന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ രേണുവിനോട് പലരും ചോദിക്കുന്നുണ്ട്, ഈ ഒരു സമയത്ത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറ്റുമെന്നൊക്കെ. ഉറപ്പായിട്ടും പറ്റും. നമ്മൾ എന്താ പറയുക, നമുക്ക് ചുറ്റും നമ്മളെ താങ്ങാൻ ആളില്ല എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു താങ്ങാൻ ആളുള്ളപ്പോഴാണ് അസുഖം കൂടുന്നത്. നമുക്ക് താങ്ങാൻ ആരുമില്ല, നമുക്ക് നമ്മളെ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു ഫാമിലി, ഹസ്ബൻഡ്, മക്കൾ മാത്രമേ ഉള്ളൂ, നമുക്ക് വേറെ ആളും സപ്പോർട്ടിനില്ല എന്ന് വരുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ആ ഒരു മൊമെൻറ്റിൽ നമ്മളെല്ലാവരും നല്ല സ്ട്രോങ് ആയിരിക്കും. ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് ഒരു അസുഖമാണെന്ന് അറിഞ്ഞിട്ടും അവരിങ്ങനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോയ ആളുകൾക്ക് അത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുള്ളതാണ്. എന്താണെങ്കിലും പെട്ടെന്ന് എന്താ പറയുക, സുഖമാവട്ടെ.